നാടകീയ നൃത്തശില്പം വടക്കേ മലബാറിൽ കുഞ്ഞിമംഗലത്ത് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് വിശ്വസിക്കുന്നു ഒരു ദുരന്ത കഥയുടെ നാടകീയ നൃത്താവിഷ്കാരം. പതിതായെന്ന് പഴിചാരി ദുരന്ത മൃത്യു വരിക്കേണ്ടി വന്ന ഒരു പതിവ്രതാരത്നത്തിന്റെയും മക്കളുടെയും കഥന കഥ. കടാങ്കോട്ട് മാക്കം ഭഗവതി. ഇന്ന് ക്ഷേത്രപ്രതിഷ്ഠ നടത്തി പിറകെട്ടിയാടിക്കുന്ന കടാങ്കോട്ട് മാക്കം കഥ നടന്നത് 800 വർഷങ്ങൾക്ക് മുൻപാണ്. ആ കഴിഞ്ഞകാല ഇടനാഴികളിലേക്ക് ഒരു യാത്ര. രമണീയമായ ഗ്രാമം. മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ പാടുന്നു പാടുന്നു. പൊന്നിലഞ്ഞി കാവുകളും പൊന്നാര്യൻ പാടങ്ങളും പൊയ്കകൾ മലമണികളും നിന്നാടുന്നു. മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ പാടുന്നു. മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ പാടുന്നു. അടക്കവും ചിട്ടയും കോലത്തിരുനാടിന്റെ പടയാളിത്തവും കാത്തുസൂക്ഷിച്ച കടാങ്കോട്ട് തറവാട്. ശാന്തിതൻ സങ്കീർത്തനങ്ങൾ മൂളുന്നു. വളരുന്ന ശാന്തിയായി പടരുന്ന കാന്തിയായി അഴകിന്റെ ഭാഗമായി ഉണരുന്ന ഗ്രാമമേ. കാടുകൾ മേലുകൾ തോടുകൾ ഉള്ളൊരു നാടാണ്. നമ്പ്യാർ സമുദായത്തിലെ കീർത്തി കേട്ട ഈ തറവാട്ടിലെ ഉളിച്ചെറിയമ്മയ്ക്ക് 12 ആൺസന്തതികൾ. ഒരു മകൾ വേണമെന്ന് മോഹിച്ച് ദേവതയായ വീരചാമുണ്ടിക്ക് നേർച്ച നേർന്നു ഈ അമ്മ.
ഇക്കാലം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് മാക്കം എന്ന് നാമം ചൊല്ലി. കടാങ്കോട് തറവാട്ടിലെ 13ാമത്തെ സന്തതിയായ മാക്കം. മേൽജാതിക്കാരിൽ മൂത്ത ആങ്ങളമാർക്കാണ് കുടുംബത്തിൽ 1ാം സ്ഥാനം. അവരുടെ ഭാര്യമാർക്കും അങ്ങനെ തന്നെ. ഇത് മാക്കത്തിന്റെ മൂത്ത പൊന്നാങ്ങള കുഞ്ഞിക്കോമൻ. അയാളുടെ ഭാര്യ പരതിക്കുട്ടി. ഇത് 12ാമത്തെ ആങ്ങള കുട്ടിരാമൻ. ഭാര്യ ചിന്നാണി. മാക്കത്തിനോട് എന്നും മനസ്സ് നിറയെ സ്നേഹം കനിഞ്ഞു നൽകിയ 2 പേർ. 12 പൊന്നാങ്ങളമാരുടെ പ്രിയ സഹോദരി. മനസ്സ് നിറയെ സ്വപ്നവുമായി സന്തോഷം പൂണ്ട ഏറെ നാളെ. ദൈവാനുഗ്രഹം കൊണ്ട് മാക്കത്തിന് പലതും മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടായിരുന്നു. പ്രിയ സഹോദരിയെ സ്നേഹവും വാത്സല്യവും സന്തോഷവും കൊണ്ട് അവർ വീർപ്പുമുട്ടിച്ചു. സ്വരം പോലെ മണിസ്വനം പോലെ അന്നത്തെ കോലത്തിരുനാടിന്റെ പടനായകന്മാരായ മാക്കത്തിന്റെ പൊന്നാങ്ങളമാർ. മാക്കത്തെ ജീവനായി കണ്ട പൊന്നാങ്ങളമാർ സ്വന്തം ഭാര്യമാരെക്കാൾ പ്രിയ സഹോദരിയെ സ്നേഹിച്ചു. മച്ചുനനായ മുക്കൻകുറ്റി വീട്ടിൽ കുറ്റിനമ്പറുമായി മാക്കത്തിന്റെ പുടവമുറി നിശ്ചയിച്ചു. എഴുതേളേ പൂമാന പന്തലി ലല്ലോ
മാസങ്ങൾക്കകം മാക്കം ഗർഭിണിയായി. ഒരാൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഇരട്ട പ്രസവിച്ചു. മാക്കത്തിന്റെ മക്കൾ ചീരുവും ചാത്തുവും അമ്മയുടെ വാത്സല്യനിധികളായ പിഞ്ചോമനകൾ. മാമനെ കാണാൻ മാറത്തു നീയൊന്നു ചാഞ്ഞിട്. മഞ്ജുനിലാവിൻ മഞ്ജിമയോടെന്നു കൊഞ്ചിക്കൊണ്ടെന്നിട നെഞ്ചിലായി, കൊഞ്ചിക്കൊണ്ടെന്നിട നെഞ്ചിലായി. രാരിരം രാരിരം രാരിരാരിരം രാരിരം രാരിരം രാരിരാരിരം. എൻ മണിത്തങ്ക ഉറങ്ങ്, എൻ മാറിൽ ചായുറങ്ങ്. മേലെ മേഘത്തേരിൽ അമ്പിളി മാമന്റെ നാട്ടിൽ താരക കുഞ്ഞുങ്ങൾ നീരാടും കടവിൽ താഴുമ്പു പൂക്കുന്ന വള്ളിയൂഞ്ഞാലിൽ താണിരുന്നാടാം സ്വപ്നത്തേരിലാറാടാം, താണിരുന്നാടാം സ്വപ്നത്തേരിലാറാടാം. രാരിരം രാരിരം രാരിരാരിരം രാരിരം രാരിരം രാരിരാരിരം. മാക്കത്തോട് ആങ്ങളമാർ കാണിക്കുന്ന സ്നേഹം നാത്തൂന്മാർക്ക് സഹിച്ചില്ല. അവർക്ക് കിട്ടാത്ത സന്താന ഭാഗ്യം കൂടി മാക്കത്തിന് കിട്ടിയപ്പോൾ അരിശം വർദ്ധിച്ചു. ഓലത്തിരുനാട്ടിൽ യുദ്ധം കുറിച്ച കാര്യം ആങ്ങളമാർ പെങ്ങളെ അറിയിച്ചു. മാക്കെ, കുഞ്ഞുമാക്കെ, എന്താ വല്യേട്ടാ? കോലത്തിരി നാട്ടിൽ യുദ്ധം കുറിച്ചിരിക്കുന്നു. ഏ? പട നയിക്കാൻ കോലത്തിരി നാട്ടിലെ പടക്കുറുപ്പന്മാരായ ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട് മാക്കെ. ഏട്ടന്മാര് പണിക്ക് പോവുകയാണോ? പോണം മാക്കെ. ചന്തു, പടപ്പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളുക. മാക്കെ, കുലദൈവത്തിന്റെ വിളക്ക് കത്തിച്ച് ഞങ്ങളെ യാത്രയാക്കുക. ശരി വല്യേട്ടാ. വല്യേട്ടാ, ഓ, എണ്ണ തീരാറായിരിക്കണോ? അതിനെന്താ, പറമ്പൂക്കര വാണിയമ്മനോട് എണ്ണ എത്തിക്കാൻ പറഞ്ഞേക്കാം. മാക്കെ, സന്ധ്യാദീപം നീ മുടക്കരുതേ മാക്കെ. ഇല്ല വല്യേട്ടാ. ചാമുണ്ടേശ്വരി പട നയിച്ച് തിരിച്ചു വരുന്നതുവരെ നേർപ്പങ്ങളെയും കുഞ്ഞുങ്ങളെയും കാത്തോണേ. എന്റെ ഏട്ടന്മാരെ കാത്തോളണേ ചാമുണ്ടേശ്വരി.
ഭർത്താക്കന്മാര് നമ്മളെ അവർക്ക് വേണ്ടല്ലോ. എന്തിനും ഏതിനും നേർപ്പെങ്ങളെ മാക്കവും മക്കളും മാത്രമേ വേണ്ടൂ. മാക്കത്തിലെ മക്കളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം. അല്ല എങ്കിൽ അങ്ങനെയിരിക്കെ വാണിയൻ നമ്മൻ എണ്ണയുമായി വന്നു. തമ്പുരാട്ടി കുട്ടി, വാണിയമ്മനാണോ? ആ എണ്ണ എത്തിക്കാൻ വന്നതാ. ഞാൻ തീണ്ടാതിരിക്കുക. മക്കളോ? അവരെന്നെ തൊട്ട് നിൽക്കുക. അപ്പൊ വേനെന്ത് വേണം? കൊട്ടിലകത്തിന്റെ ഉള്ളിലേക്ക് ഏന്ന് വെച്ചോളൂ. ആയിക്കോട്ടെ. അല്ല, ഇതെന്താ അതിശയം? പറ്റിയ സമയം തന്നെ. മാക്കേ, എടി മാക്കേ. എന്താ വലിയെടുത്തി? മുക്കം കുറ്റിയിൽ കുട്ടി നമുക്ക് പോരായിട്ടാണോ പറമ്പൂക്കര വാണിയമ്മയെ നീ കൊതിച്ചത്? അയ്യോ, എന്താ എഴുതി പറയുന്നത്? പിന്നെ നീ കാണിച്ചു കൂട്ടുന്ന നിന്റെ എല്ലാ കള്ളക്കഥകളും ഞങ്ങൾക്കറിയാമോ. നിന്റെ പൊന്നാങ്ങളമാർ ഇങ്ങോട്ട് വരട്ടെ. അയ്യോ, എന്താ എഴുതി പറയുന്നത്? പിന്നെ എഴുതി മനസ്സാവാചൊന്നും അറിയാത്ത കഥകളാ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത്. ആണോടി? ഉള്ള കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നോ? നീ അനുഭവിക്കാൻ കിടക്കുന്നേളൂ മാക്കേ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ പൊന്നാങ്ങളമാർ വരുന്നത് വരെ നീയും നിന്റെ മക്കളും ഈ അറപ്പുര വിട്ട് പുറത്തേക്ക് വന്നേക്കരുത്. കേട്ടോ? തെറ്റു ചെയ്തിട്ടില്ല. എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എല്ലാ കഥകളും പറഞ്ഞ് എന്തിനാ ഏട്ടത്തി എന്നോട് എന്തിനാ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത്? എല്ലാ കഥകളോ നീ നോക്കിക്കോടി. കുറിച്ചിട്ടോ നീ. ഇതെന്ത് ദ്രോഹമാണ് എന്നോട് ചെയ്യുന്നത്? ഇതൊന്നും കാണുന്നില്ല ചാമുണ്ടേശ്വരി. സന്തോഷത്തോടെ വന്ന് മാക്കത്തിന്റെ പൊന്നാങ്ങളമാർ ഇറ്റുമാകത്തെ കുറിച്ചുള്ള നുണ പറയാൻ കാത്തിരിക്കുന്ന നാത്തൂൻ. ഇലിഞ്ഞുമരത്തിന്റെ കീഴിൽ വെച്ചാണ് നാത്തൂന്മാർ കത്താക്കന്മാരുടെ ചെവിയിൽ പറഞ്ഞത്. മാക്കം വാണിയനമ്മനെ കുതിച്ചു. ഐശ്വര്യമുള്ള തറവാട് നശിച്ചുപോയല്ലോ എന്ന് ആരോമൽ പെങ്ങൾക്ക് വ്യഭിചാരദോഷം കേട്ട മാത്രയിൽ രോഷാകുലരായി മംഗളമാർ നേർപെങ്ങളെയും പിഞ്ചുമക്കളെയും അറുകൊല ചെയ്യാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഇനി എന്തു വേണമെന്ന് എനിക്കറിയാം. ഇനി അവൾക്കും മക്കൾക്കും പച്ചവെള്ളം പോലും കൊടുത്തേക്കരുത്. ഇല്ല ഏട്ടാ, ഞാനും മക്കളും ഒന്നും കഴിച്ചിട്ടില്ല.
ഞങ്ങൾക്ക് അവരൊന്നും തന്നില്ല. സാരമില്ല, ഇതാ കഴിക്കും, മക്കൾക്ക് മാറിക്കൂടെ. ഏട്ടാ, കുട്ടിരാമ, അയ്യോ വല്യേട്ടൻ. കഴിച്ചു, മക്കൾക്ക് മാറിക്കൂടെ. മക്കൾക്ക് മാറിക്കൂടെ. ശരി ഏട്ടാ. നിനക്കാരടി ഈ ചോറ് കൊണ്ട് തന്നെ? നീ അങ്ങനെ നീ വാരി കൊത്തിക്കട്ടിട്ട് ഇങ്ങോട്ട് നോക്കടി. ഓഹോ എടുത്ത് എന്റെ മക്കൾ വിശന്നിട്ടെടുത്ത് ഇങ്ങനെ ചെയ്യല്ല. അവർക്കൊരു മരം ചോറ് ഞാൻ വാരി കൊടുത്തോട്ടെ. എടുത്ത് എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നെന്നോ? നിന്നെ എനിക്ക് അത്ര ഇഷ്ടമൊഴടി. ഇറങ്ങി പൊക്കോള നീ ഇവിടുന്ന്. അതിനുള്ള എന്ത് വഴികളും ഞാൻ ഉപയോഗിക്കടി. നീ കുളിച്ചിട്ട് കാത്തിരുന്നോ നീ? തിന്നുന്നു. വേണ്ട മക്കളെ, നമ്മുടെ മക്കളെങ്ങനെ ചെയ്യല്ലേ? എന്റെ ചോമുണ്ടേശ്വരി, ഇതെന്ത് ദ്രോഹമാണ് എന്നോട് ചെയ്യുന്നത്? ഇതൊന്നും കാണുന്നില്ല ചോമുണ്ടേശ്വരി. എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ടോ? എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ടോ? എന്റെ ചോമുണ്ടേശ്വരി വിശക്കുന്നുണ്ടല്ലേ? അമ്മ പാട്ട് പാടി ഉറക്കിത്തിട്ട് ഉറങ്ങിണിക്കുമ്പോ അമ്മ ചോറ് വയറ് നിറച്ച് വാരിത്തരാം. അമ്മയുടെ പൊന്ന മക്കളല്ലേ പാട്ട് പാടട്ടെ. ഉറങ്ങണേ, അമ്മ പാട്ട് പാടിത്തരുമ്പോ ഉറങ്ങണേ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മടിമേലെ ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയും മടിമേലെ ആരിരോ ആരിരാരോ. ദൈവാനുഗ്രഹത്താൽ എല്ലാം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് മാക്കത്തിനുണ്ടായിരുന്നു. ധൈര്യവും പിന്നെ ഉറച്ച മനസ്സും കൊണ്ട് മാക്കം നാളുകൾ കഴിച്ചു. ഭർത്താവായ കുട്ടിനമ്പർ തളർവാദത്തിൽ വീണതോടെ മാക്കം ഒറ്റപ്പെട്ടു. കൊല്ലാനുള്ള തന്ത്രങ്ങൾ നെയ്യുന്ന ആങ്ങളമാർ നേരത്തെ പറഞ്ഞ കോട്ടയം വിളക്ക് കാണാനുള്ള യാത്ര ഉറപ്പിച്ചു. മാക്കേ, നീ വല്ലതും കഴിച്ചോ? ഇല്ല വല്യേട്ടാ. ഇത് കഴിക്കും. എന്നിട്ട് നീ മക്കളും കൂടി ഒരുങ്ങിക്കും. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ കോട്ടയം വിളക്ക് കാണിക്കാൻ കൊണ്ടുപോകാം. വേണ്ട വല്യേട്ടാ, കൊതിച്ച കാലത്ത് പോയിട്ടില്ലല്ലോ. ഇനിയിപ്പോ വേണ്ട. ധിക്കാരം പറയുന്നറി. ഈ യാത്രയിൽ തിരിച്ചുവരവില്ല എന്ന് മാക്കത്തിന് അറിയാമായിരുന്നു. എന്നെ പഴുതള്ളിയ ഈ തറവാട് എനിക്ക് വേണ്ട എന്ന ഉൾവചനം മാക്കത്തെ ഉറച്ച തീരുമാനത്തിലെത്തിച്ചു. കോട്ടയം വിളക്ക് കാണാൻ ആങ്ങളമാരുടെ കൂടെ പുറപ്പെട്ട മാക്കത്തിന് അറിയാമായിരുന്നു ഇത് അന്ത്യയാത്രയാണ്. മാക്കത്തിന്റെ യാത്ര കാൽനടയായിട്ട് തന്നെ, കാടും വയലും കടവും ഒക്കെ താണ്ടിയുള്ള കഠിന യാത്ര.
ഇങ്ങോട്ട്. വലിയേട്ട ദേ, ഒരു കിണറ് കണ്ടോ? ഹ, അതില് നട്ടുച്ച നക്ഷത്രം തെളിഞ്ഞിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കടി. എവിടെ? പോയി നോക്കടി അങ്ങോട്ട്.